നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പുതിയ ജോലി തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ ജോലി തേടി നടക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഇന്നത്തെ കാലത്ത് ആളുകൾ പ്രതീക്ഷിക്കുന്നത്, അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പരിചയത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം നിരന്തരമായി ജോലി തേടിക്കൊണ്ടിരിക്കുന്നവരായിട്ട്. അവർ ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ക്ഷമ കാണിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ജോലി കിട്ടുമ്പോൾ നമുക്കതിൽ കൂടുതൽ സമയമെടുക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ തളരാനുള്ള സാധ്യത. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ക്ഷമയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്, എൻ്റെ ഓഫീസിലൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ആളുകൾ വന്നിട്ട് റിസപ്ഷൻ്റെ അടുത്ത് വന്നിട്ട് അവർ CV അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും ഓഫീസിൽ. അവിടെ ജോബ് വേക്കൻസി ഉണ്ടോ, അതില്ലെങ്കിൽ നമുക്ക് സൂട്ടായ ജോലിയാണോ അവിടെ ഉള്ളത്, ഇതൊന്നും അന്വേഷിക്കാതെ എന്തിനോ വേണ്ടി നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ CV ഡ്രോപ്പ് ചെയ്ത് പോകുന്നത്. അത്തരം CV ഡ്രോപ്പ് ചെയ്യുന്ന ആളുകൾ അവരുത് നമ്മളത് കുറച്ചും കൂടി സ്മാർട്ടായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ ലോകത്ത് അതിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. Naukri.com, LinkedIn പോലുള്ള നല്ല നല്ല പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെ ആയിരിക്കണം നമ്മളെ CVകൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടത്. അത്തരത്തിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ CV കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മുടെ ഇതുവരെയുള്ള അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയുണ്ടോ, എന്താണ് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനുള്ളത്, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ CVയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ ജോബിനും, ഇപ്പം നമ്മളൊരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരാൾ, നമ്മൾ പഠിച്ചിട്ടുള്ളത് ചിലപ്പോൾ കൊമേഴ്സ് ആയിരിക്കും, HR-ലേക്കായിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സൈഡിലേക്കായിരിക്കും ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ആ മേഖലയിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മളതിൽ മെൻഷൻ ചെയ്യേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ജോബിനും ഒരേ തരം CV തന്നെ നമ്മൾ കൊടുക്കുന്ന രീതി മാറ്റിയിട്ട് ഓരോ ജോലിക്ക് അനുസൃതമായിട്ട് നമ്മുടെ CV മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. സ്വതവേ കാണാറുള്ളത് ഏത് ജോബിനും നമ്മൾ സിംഗിൾ CV തന്നെ ആയിരിക്കും കൊടുക്കുക. അതിൽ നമ്മുടെ എല്ലാ എക്സ്പെർട്ടൈസിനെ കുറിച്ചിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഏത് ജോബിനാണോ അപ്രോച്ച് ചെയ്യുന്നത് ആ ജോബിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന രൂപത്തിൽ, അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ CV പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ജോബിന് നമ്മൾ പ്രിപ്പയർ ആകുമ്പോൾ അവിടെ വരാവുന്ന ചില സാധ്യതകളുണ്ട്. ഇൻ്റർവ്യൂവിന് നമ്മൾ വിളിക്കുമ്പോൾ അവിടെ ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ഹോംവർക്ക് നമ്മൾ ചെയ്തിട്ട് വേണം പോകാൻ. അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് കമ്പനിയിലേക്കാണോ നമ്മൾ പോകുന്നത് ആ കമ്പനിയുടെ ആക്ടിവിറ്റീസ് എന്താണെന്നത് മനസ്സിലാക്കി അവർ മാർക്കറ്റിൽ എന്തൊക്കെ പ്രസൻസ് ആണുള്ളത്, മാർക്കറ്റിൽ എത്ര വർഷമായി എന്ന് കൃത്യമായി അവർ പഠിച്ചിട്ട്, കാരണം അവർ അവിടുന്ന് വരാവുന്ന സാധ്യതകൾ, നമുക്ക് അവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളെ കോൺട്രിബ്യൂഷൻ ആ കമ്പനിയിലേക്ക് ഉണ്ടാവുക എന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം നമ്മൾ അവിടെ ചെന്നിരിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ സോഫ്റ്റ് സ്കില്ലുകൾ ഒരു ജോബുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടോ അത് നിരന്തരം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ സോഫ്റ്റ് സ്കില്ലുകൾ ആഡ് ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പമാണ്. അത്തരം സോഫ്റ്റ് സ്കില്ലുകളും കൂടി നമ്മൾ ആഡ് ചെയ്യുക. ആ സോഫ്റ്റ് സ്കില്ലുകളെല്ലാം നമ്മളെ CVയിൽ ഉണ്ടായിരിക്കും. ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂവിലുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. പ്രത്യേകം മനസ്സിലാക്കുക, ക്ഷമ അത് അത്യാവശ്യമാണ്. കിട്ടുന്നവരെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, പ്രയത്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല രീതിയിലുള്ള CV പ്രിപ്പയർ ചെയ്യും. നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് ഇൻ്റർവ്യൂ പോയിരുന്നുകൊണ്ട് ജോലി കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം. Till then, keep watching, keep supporting me. Thank you.